കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. SFIക്കാരുടെയും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള CPMന്റെ വിരട്ട് തന്നോട് വേണ്ട എന്ന് പലപ്പോഴായി പറഞ്ഞ ഗവർണർ ഇപ്പോൾ ഒരിക്കൽ കൂടി തന്റെ നിലപാട് അതിശക്തമായി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. കാറിൽ ഇടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഇടിക്കണമെങ്കിൽ ഞാൻ ഇറങ്ങിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് SFIക്കാരോട് ഗവർണർ പറഞ്ഞതാണ് പുതിയ ചർച്ചകൾ. SFIയുടെ ഗുണ്ടായിസത്തിനെതിരെ ആഞ്ഞടിച്ച് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ പാലക്കാടെത്തിയ ഗവർണർക്ക് നേരെ SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വിവാദമുണ്ടാക്കി ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ നോക്കുന്ന SFIക്കെതിരെ ഗവർണർ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചത്. കരിങ്കൊടി കാണിക്കുന്നവരോട് വിരോധമൊന്നുമില്ല, കരിങ്കൊടി കാണിക്കുന്നവർക്ക് ആശംസകൾ നേരുന്നു, അവരോട് എനിക്ക് സഹതാപം മാത്രമാണുള്ളത്. കരിങ്കൊടി കാണിക്കാൻ വരുന്നവർ എന്റെ കാറിൽ വന്ന് ഇടിക്കുന്നുണ്ട്, അതിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഇടിക്കണമെങ്കിൽ ഞാൻ ഇറങ്ങിത്തരാമെന്നാണ് പാലക്കാട് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കവേ ഗവർണർ പറഞ്ഞത്. അവിടെ കൊണ്ടും തീർന്നില്ല. 4 ദിവസത്തിനിടെ രാജ്ഭവന് അധിക ഫണ്ടായി സംസ്ഥാനം അനുവദിച്ചത് 1.25 കോടി രൂപയാണ്. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ മുന്നോട്ട് പോകുമ്പോൾ പുതിയ നിലപാടും ചർച്ചയാവുകയാണ്. ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി യാത്രാ ചെലവുകൾക്ക് മാത്രമായി നൽകിയത് 63 ലക്ഷത്തോളം രൂപയെന്നാണ് റിപ്പോർട്ട്. സംസ്ഥാന സർക്കാർ ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി കഴിഞ്ഞ 4 മാസത്തിനിടെ രാജ്ഭവന് അധിക ഫണ്ടായി അനുവദിച്ചത് 1,25 ലക്ഷം രൂപ. 3 ഉത്തരവുകളിലായാണ് പണം നൽകിയത്. ഈ മാസം 20-ന് 63 ലക്ഷത്തോളം രൂപ യാത്രാ ചിലവുകൾക്കായി നൽകി. അറ്റ്ഹോമിനായി 20 ലക്ഷം രൂപ അനുവദിച്ചു. ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് നൽകിയാണ് പണം അനുവദിച്ചത്. 23-ന് 43 ലക്ഷം രൂപ വെള്ളം, ടെലിഫോൺ, വൈദ്യുതി ചിലവുകൾക്കുമായി നൽകി ഉത്തരവിറക്കി. അതേസമയം 15-ാം കേരള നിയമസഭയുടെ 10-ാം സമ്മേളനത്തിന് തുടക്കമാകുമ്പോൾ വരും ദിവസങ്ങളിൽ ഗവർണറുടെ നിലപാട് തന്നെയായിരിക്കും ചർച്ചയാവുക. ഗവർണർ സർക്കാർ പോര് അതിന്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്നതിനിടയിലാണ് നിയമസഭാ സമ്മേളനം തുടങ്ങിയിരിക്കുന്നതും.